ലണ്ടനിലേക്കാണ് പോകുന്നത്. നമ്മൾ ആദ്യം എംബാങ്ക്മെന്റ് സ്റ്റേഷനിലാണ് വന്ന് ഇറങ്ങേണ്ടത്. ഹേ ഹോമീസ്, ഇതിപ്പോൾ നമ്മൾ എംബാങ്ക്മെന്റ് ബ്രിഡ്ജിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ദൂരത്ത് നമുക്ക് ലണ്ടനെ കാണുന്നുണ്ട്. താഴെ വാട്ടർ റൈഡ്സ് അവൈലബിൾ ആണ്. നോർമൽ സർവീസസ് ഉണ്ട്, അതുപോലെ ടൂറിസ്റ്റിന് വേണ്ടിയിട്ടുള്ള പ്രൈവറ്റ് സർവീസസും ഉണ്ട്. ഇതാണ് ഒരുപാട് പേര് ചൂസ് ചെയ്യുന്നത്, കാരണം അവർക്ക് ഇതിലൂടെ തന്നെ ലണ്ടൻ ഫുള്ള് ചുറ്റി കാണാം. സമ്മർ ആയതുകൊണ്ട് പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള വാട്ടർ റൈഡ്സ് ഉണ്ടായിരുന്നു. അതിന് താഴെ ഒരുപാട് പിള്ളേർ സ്കേറ്റിങ്ങും ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ നമ്മൾ സൗത്ത് ബാങ്ക് വോക്ക് വേയിൽ കൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഡെയിലി ബുക്ക് എക്സിബിഷൻ പോലെ പബ്ലിക്കിന് വേണ്ടി വെച്ചിട്ടുണ്ടാവും. പക്ഷെ അത് എക്സിബിഷൻ അല്ല, ബുക്സും കീ ചെയിൻസും അങ്ങനെ കുറേ ചെറിയ ചെറിയ സാധനങ്ങളുടെ സെയിലാണ്. ഇതൊക്കെ തന്നെ നമുക്കിവിടെ ഡൊണേറ്റും ചെയ്യാൻ പറ്റും. ഇനി ഒരുപാട് പേര് കാത്തിരുന്ന് ഒരു ക്യാമിയോ ആണ് നമ്മളിപ്പോൾ കണ്ടത്. ഈ K-ഡ്രാമാസിലും സീരീസിലൊക്കെ കാണുന്ന ഒരു ഐറ്റമാണ് ഈ കാണുന്നത്. നമ്മൾ പോകുന്നൊരു ഒരു മെജീഷ്യൻ ഉണ്ടായിരുന്നു, പക്ഷെ ഒരുപാട് ട്രിക്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഫൈനൽ പാർട്ട് എന്ന നിലയിൽ 2 പേരെ ഓഡിയൻസിൽ നിന്ന് വിളിച്ചിട്ട് ആളുടെ ഫുൾ ബോഡി ലോക്ക് ചെയ്ത് 2 മിനിറ്റിൽ അങ്ങനെ പുറത്തിറങ്ങാമെന്നാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ അയാളുടെ ഒരുപാട് ചളികളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ വെയിറ്റ് ചെയ്തു ആൾ എങ്ങനെയാണ് ഇതൊന്ന് പുറത്തിറങ്ങുന്നത് കാണാൻ വേണ്ടി. കറക്റ്റ് 2 മിനിറ്റ് ആയപ്പോൾ തന്നെ ആൾ പുറത്തിറങ്ങി. നമ്മൾ ഒരുപാട് സിനിമയിലും ലണ്ടൻ സ്ട്രീറ്റുകളിലും ഉണ്ടെന്ന് പറയുന്നൊരു സാധനമാണിത്. ഒരുപാട് ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് വെച്ചിട്ട് ആളുകൾ വരുന്നത്. ഇതിനൊപ്പം തന്നെ നമുക്ക് ഫോട്ടോസ് എടുക്കാം, ക്യാഷ് ഉണ്ടെങ്കിൽ കാശും കൊടുക്കാം. നമ്മളിത് ആദ്യമായിട്ടാണ് കാണുന്നത് ഗൈസ്. ആൻഡ് ഫൈനലി ഇതാണ് നമ്മളുടെ ലണ്ടൻ ഐ. നമ്മളുടെ ബീച്ച് ഫെസ്റ്റിലൊക്കെ കാണുന്ന ജൈൻറ്റ് വീലിൻ്റെ ഒരു ഹ്യൂജ് വേർഷൻ. ഇത് നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റും. ഒരു 30 to 40 പൗണ്ടാണ് പെർ ഹെഡ് വരുന്നത്. പിള്ളേർക്ക് 2 വയസ്സിൽ താഴെയാണെങ്കിൽ ഫ്രീ ആണ്. ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ലൊക്കേഷൻ. സെക്കൻഡ് പാർട്ടിലുണ്ടായിരിക്കും. സോ ഇതാണ് ഇന്നത്തെ ലണ്ടൻ. സ്റ്റേ ട്യൂൺ. ബൈ ഗൈസ്.